അങ്ങനെ 11ാം നാൾ കേരളത്തിന്റെ കാത്തിരിപ്പിന് അറുതിയായി. 61കാരനായ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി. ഇന്ന് ഉച്ചയ്ക്ക് AICC നേതാക്കൾ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം നടത്തിയത്. പ്രതിപക്ഷ നേതാവിന് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചു. മെയ് 4-ന് ഫലം പുറത്തുവന്ന ശേഷം മാരത്തൺ ചർച്ചകളാണ് കോൺഗ്രസ് നേതൃത്വം നടത്തിയത്. പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ജനങ്ങളുടെ ആഗ്രഹമാണ് ഇതോടെ പുലർന്നിരിക്കുന്നത്. കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും പേരുകൾ നിരവധി തവണ മാധ്യമങ്ങളിൽ ഉയർന്നുവന്നെങ്കിലും ഒടുവിൽ ജനവികാരത്തിന് തന്നെ മുൻതൂക്കം ലഭിക്കുകയായിരുന്നു. ഇതോടെ കേരളത്തിന്റെ 16ാമത് നിയമസഭയുടെ നായകനും കേരള മന്ത്രിസഭയുടെ നായകനുമാവുകയാണ് സതീശൻ. കേരളത്തിന്റെ 11ാമത്തെ മുഖ്യമന്ത്രിയാണ് സതീശൻ. 102 സീറ്റോടെ UDFും 63 സീറ്റോടെ കോൺഗ്രസും വിജയിച്ചതോടെ പ്രതിപക്ഷ നേതാവിന് തന്നെ നറുക്കുവീഴുകയായിരുന്നു. 100 സീറ്റ് ഉറപ്പെന്ന് സതീശൻ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. കോൺഗ്രസ് 63 സീറ്റുകൾ നേടുമെന്നും സതീശൻ പ്രവചിച്ചത് ജനങ്ങളിൽ വലിയ അംഗീകാരത്തിന് കാരണമായിരുന്നു. ഇതോടെ ഘടകകക്ഷികളുടെ തീരുമാനത്തിനു കൂടി AICC അംഗീകാരം നൽകുകയാണ്. 61കാരനായ സതീശൻ പറവൂരിൽ നിന്ന് 2001 മുതൽ വിജയിച്ചു വരികയായിരുന്നു. നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമാകുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല. 2016-ലെയും 2021-ലെയും UDFിന്റെ തുടർപരാജയത്തെ തുടർന്ന് ആദ്യം രമേശ് ചെന്നിത്തലയും രണ്ടാം ഘട്ടത്തിൽ വി.ഡി. സതീശനും പ്രതിപക്ഷ നേതാവാവുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി പോരാട്ടം നയിക്കുന്നതിൽ സതീശൻ വഹിച്ച പങ്ക് ഒട്ടും ലളിതമായിരുന്നില്ല. സതീശന്റെ ഓരോ തീരുമാനങ്ങളും പാർട്ടിയിലും പുറത്തും വലിയ അംഗീകാരം നേടിയെങ്കിലും പാർട്ടി നേതാക്കളുടെ പിന്തുണ അദ്ദേഹത്തിന് വേണ്ടത്ര ലഭിച്ചില്ല. MLA-മാരുടെ പിന്തുണയും സതീശന് കുറവാണ്. ഇതൊക്കെ വരുന്ന UDF സർക്കാരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് കണ്ടറിയുക തന്നെ വേണം. UTV ന്യൂസ്, പാലക്കാട്.